UDF-ലേക്ക് സ്വാഗതം ചെയ്യുകയാണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. CPI തിരുത്തിയാൽ മുന്നണിയിലെടുക്കുന്ന കാര്യം ചർച്ച ചെയ്യാമെന്നാണ് KPCC അധ്യക്ഷൻ പറഞ്ഞത്. അടിമകളെപ്പോലെ നിൽക്കാതെ CPI സ്വതന്ത്രമായി നിൽക്കണമെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു. എന്തിനാണ് ഈ അഭിമാനവും അന്തസ്സും കളഞ്ഞു കുളിച്ച് നിങ്ങളുടെ അടിമകളെ പോലെ CPM-ന്റെ പിണറായി വിജയന്റെ കിങ്കരന്മാരുടെയും കീഴിൽ എന്തിന് നിങ്ങൾ ശ്വാസം മുട്ടണം? ഇവിടെ രാഷ്ട്രീയ മണ്ഡലങ്ങൾ വേറെയില്ലേ? സ്വതന്ത്രമായി എന്തുകൊണ്ട് നിന്നുകൂടാ CPIക്ക്? CPI പറയാന്നല്ലാതെ പ്രവർത്തന രംഗത്തേക്ക് എന്തുകൊണ്ടാണ് CPIക്കാർക്ക് ധൈര്യമില്ലാത്തത്? അവർക്കും ചില ആശങ്കകൾ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഇപ്പോ UDF-ലേക്ക് തെറ്റിദ്ധരുത്തി അവർ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരിഗണിക്കും. നിങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ തിരുത്താൻ അവർ തയ്യാറാണെങ്കിൽ ഞങ്ങൾ CPIയെ ഞങ്ങൾക്ക് എടുക്കുന്നതിനെ കുറിച്ചൊക്കെ പാർട്ടി അടിയന്തരമായി ചർച്ച ചെയ്യും. അൻവർ രാത്രി ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെക്കെതിരെ നടപടിയെടുത്താൽ ഞാൻ ഇന്നത് പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആ ഭീഷണിപ്പെടുത്തലിനെ ഭയപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കാൻ സാധിക്കാത്തത്. അല്ലെ, ഞങ്ങളാണെങ്കിൽ കോൺഗ്രസ് ആണെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാവും, ഞാൻ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാവും. എൻ്റെ ഒരു പാർട്ടി MLA ആണ് ഇത് ചെയ്തതെങ്കിൽ ഞാൻ ഐ വിൽ കിക്ക് ഹിം. അർജുൻ കല്യാട് നൽകും കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ. അർജുൻ, ഇടഞ്ഞു നിൽക്കുകയാണ് CPI. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാണ് ഇന്നിപ്പോൾ KPCC അധ്യക്ഷന്റെ പ്രസ്താവനയല്ലേ? തീർച്ചയായിട്ടും വിനീത, എരുതിയിൽ എണ്ണയൊഴിച്ച ഇടതുമുന്നണിയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കി അവിടെ ഒരു കൂടുതൽ സംഘർഷം രൂക്ഷമാക്കുക എന്നുള്ള രാഷ്ട്രീയമായ സ്ട്രാറ്റജിയാണ് കെ സുധാകരൻ സ്വീകരിക്കുന്നത്. അതിനു പുറമെ അദ്ദേഹം CPIയെ വിമർശിക്കാൻ കൂടി ഇന്നത്തെ പ്രതികരണത്തിൽ ശ്രദ്ധിച്ചിരുന്നു. അതായത് CPI കൃത്യമായ തോതിൽ ഈ പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുറന്ന പ്രതികരണത്തിന് തയ്യാറാവുന്നില്ല. അവർ ആത്മാർത്ഥതയില്ലാത്ത ചില പ്രതികരണങ്ങൾ നടത്തുന്നു. ആത്മാർത്ഥതയുണ്ടെങ്കിൽ തന്നെ അവരുടെ പ്രവൃത്തിയിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ബോധ്യമാവുന്നില്ല തുടങ്ങിയിട്ടുള്ള CPI വിമർശനം കൂടി സുധാകരൻ നടത്തുന്നു. അതിനെ തുടർന്നാണ് CPIയെ UDF-ലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നടത്തിയിട്ടുള്ളത്. ആ പ്രതികരണത്തിൽ തന്നെ കെ സുധാകരൻ പറയുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. തെറ്റുതിരുത്തി വരാനുള്ള സന്നദ്ധത അറിയിച്ചാൽ അടിയന്തരമായി UDF അക്കാര്യം ആലോചിക്കുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും വന്നു കഴിഞ്ഞാൽ സ്വാഗതം, വന്നില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കൂടുതൽ ഭിന്നത ഇടതുമുന്നണിയിൽ രൂക്ഷമാക്കുക, അവർ തമ്മിലുള്ള IM-ഉം അതുപോലെ തന്നെ CPI-യും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത കൂടുതൽ രൂക്ഷമാക്കി അത് തങ്ങൾക്ക് അനുകൂലമായി മാറ്റുക എന്നുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു തന്ത്രമാണ് കെ സുധാകരൻ സ്വീകരിക്കുന്നത്. എന്തായാലും സുധാകരൻ്റെ ഈ പ്രതികരണം മറ്റ് നേതാക്കൾ, UDF-ലെ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഏറ്റുപിടിച്ചതായും കാണുന്നില്ല. സുധാകരൻ്റെ പ്രതികരണം ഒറ്റപ്പെട്ട പ്രതികരണം മാത്രമാണോ എന്നുള്ള സംശയം കൂടി ഈ ഘട്ടത്തിൽ ജനിക്കുന്നുണ്ട്. ഇനി കൂടുതൽ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുമോ എന്നതും വളരെയധികം ശ്രദ്ധയോടുകൂടി വീക്ഷിക്കേണ്ടതാണ്. വിനീത. ശരി, അർജുൻ കല്യാട വിവരങ്ങൾ നൽകുക.